ഹലോ ഗൈസ്, അപ്പോ നമ്മള് ഓർഡർ ചെയ്തിട്ട് ടോർട്ടീസ പത്താത്തയും കലമാരീസ് ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ തന്നെ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ കലമാരീസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ടോർട്ടീജ പത്താത്ത കലമാരീസ് എന്ന് പറഞ്ഞാൽ മറ്റേ നീരാളി ഒക്കെയല്ലേ, നീരാളി വറുത്തത്, അത് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തേക്കണതാണ്. ടോർട്ടീജ പത്താത്തയാണ്. അപ്പൊ നമുക്ക് ഈ ചൈനയെ കൊണ്ട് ഫുഡ് കഴിപ്പിച്ച് നോക്കാം, എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുമെന്ന് നോക്കാം. നമ്മളത് അബാദിയ എന്ന ഹോട്ടലിൽ നിന്ന് വന്നിരിക്കുകയാണ്. കലമാരീസ്. അപ്പൊ നമുക്കൊരു കലമാന്റെ ഇറച്ചി കൊണ്ട് തന്നിട്ടുണ്ട്. കലമാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നീരാളി. സോറി, കലമാൻ മാറിപ്പോയി, മാൻകുട്ടിയല്ല നീരാളി. നീരാളിക്കുട്ടീനെ ടോർട്ടീജ പത്താത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചാൻ സ്പെയിനിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ റെസ്റ്റോറൻ്റ് ആണ്. അന്ന് ഞാൻ ജോലി ചെയ്തിരുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യമായിട്ട് വന്നതാണ്. ഇവിടുത്തെ സ്പെയിനിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളതാണ് സ്പാനിഷ് ഓംപ്ലേറ്റ്. അതാണ് ഇച്ചാൻ തിന്നുന്നത്. നമ്മൾ ഓർഡർ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടു തരുമ്പോൾ അവർ ബിയൻ പ്രൊവൈച്ചോ എന്ന് പറയും. അതായത് ശരി, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം ആസ്വദിക്കാനായിട്ടാണ്. ഞങ്ങൾ ആസ്വദിച്ച് തന്നെയാണ് കഴിക്കുന്നത്. ഇത് സ്പെയിനിലെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. നമ്മൾ ഏത് ഫുഡ് ഓർഡർ ചെയ്താലും ബിയൻ പ്രൊവൈച്ചോ എന്ന് പറയും. ഫുഡ് ആസ്വദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അത് അവരുടെ ഒരു ആദ്യത്തെ മര്യാദ തന്നെയാണ്. ഇച്ചാൻ ആദ്യമായിട്ടാണ് ടോർട്ടീജ പത്താത്ത കഴിക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല രസമുണ്ട്, ഉള്ളിൽ നല്ല വെന്തിട്ടില്ല, അപ്പോൾ പക്ഷെ കഴിക്കാനും നല്ല സ്വാദുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഭയങ്കര ശബ്ദം, അതുകൊണ്ട് തന്നെ നമുക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. നമ്മുടെ കയ്യിൽ ടോർട്ടീജ പത്താത്തയുണ്ട്, അതുപോലെ തന്നെ ഒരു ബ്രെഡ് വെച്ചിട്ടുണ്ട്, അതിന്റെ കൂടെ തന്നെ മയോണൈസും ഉണ്ട്. ടോർട്ടീജ പത്താത്ത മയോണൈസിൽ മുക്കി വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഈ ബ്രെഡ് തുറന്നിട്ട് ഈ ടോർട്ടീജ പത്താത്ത അതിലേക്ക് വെച്ചിട്ട് മയോണൈസയും കൂടി അതിന്റെ കൂടെ ഒഴിച്ച് കഴിക്കാവുന്നതുമാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കത് ആസ്വദിച്ച് കഴിക്കാം. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് നീരാളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ നീരാളിയൊക്കെ ഉണ്ടല്ലോ, വറുത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അതെങ്ങനെയാണ് വറുക്കണേന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ടാണ് വറുക്കുന്നത്. എന്നിട്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കും. എന്നിട്ടാണ് നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ വെച്ചിട്ട് കഴിക്കുന്നത്. ഇതിന് എത്ര ടേസ്റ്റ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കഴിച്ച് തന്നെ നോക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഏത് കടയിൽ നിന്നായാലും ഒരു മസാലകളും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യില്ല. ഇത്രയും റെസ്റ്റോറൻറ്റുകൾ ഉണ്ടെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെയാണ്. ഇന്നെനിക്ക് അവധിയായിരുന്നു, അതുകൊണ്ട് ഇത്രയും നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഇതാ കാണുന്നതില്ലേ, അതാണ് ഞങ്ങളുടെ ഹെഫെ, അതായത് ഞങ്ങളുടെ മുതലാളി. അവരെ പോലെ ഞാനും ഓടേണ്ടി വന്നേനെ. ഇച്ചാൻ സ്പെയിനിലേക്ക് വരുന്ന കാര്യം സർപ്രൈസ് ആയതുകൊണ്ട് ഇവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അവരെയും സർപ്രൈസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. നമുക്കിവിടെ ഒരു ബ്രെഡ് കിട്ടും കേട്ടോ. ഈ ബ്രെഡ് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളു ബ്രെഡ് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറംഭാഗം എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കതിൽ നിന്ന് ടിപ്പ് ചെയ്ത് കഴിക്കാവുന്നതാണ്. സ്പെയിനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടത് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ കഴിച്ചിരിക്കണം. അപ്പോഴാണ് അവർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ ആദ്യത്തെ മര്യാദ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഈ റെസ്റ്റോറൻറ്റ് വലിയ ഹ്യൂജ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, കാരണം ഞാനിവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ട്. ഇവിടെ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ അത് തിരഞ്ഞെടുത്തില്ല. കാരണം ഇനി അവിടെ ലൈറ്റൊക്കെ ഇട്ട് അവർക്കതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട്. അണ്ടർഗ്രൗണ്ടിൽ ശരിക്കും പറഞ്ഞാൽ ലഞ്ച് ടൈമിലാണ് ചെല്ലേണ്ടത്, പക്ഷേ ഞങ്ങൾ ലഞ്ച് ടൈമിലല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ്. ഇനി അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഏറ്റവും മുകളിലത്തെ നേരെ തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ ക്ലീനിങ്, കുക്കിംഗ്, ഡിഷ് വാഷിങ്, ഇപ്പോൾ ലാസ്റ്റായിട്ട് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതി വരെ ഞാൻ ഇവിടെ നിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ 100 നാവാം. അപ്പൊ ഞങ്ങളുടെ റെസ്റ്റോറന്റിൽ ഫുഡൊക്കെ കഴിച്ചു. ഈശാന് ഭയങ്കര സന്തോഷമായി എന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് എങ്ങനെയാണ് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? നല്ല ഫുഡൊക്കെയാണ്. കോഫിയിൽ മാത്രമേ എനിക്ക് ചെറിയ കളത്തരം മനസ്സിലാവും. ഇത് കോഫിയുടെ നമ്മുടെ നാട്ടിൽ സബ്ക്വാളിറ്റി അല്ല, ഇത് കുറഞ്ഞ കുറച്ച് നമ്മുടെ ആ കോഫിയുടെ കറക്റ്റ് കയ്പുണ്ട്. ആ കയ്പ് തന്നെ എനിക്ക് ഇവിടുത്തെ കോഫി ഒന്നും കുടിക്കാൻ പറ്റില്ല. ഭയങ്കര കയ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ കയ്പ്. എന്തെങ്കിലാവട്ടെ, ഞാനിപ്പം നമ്മുടെ നാട്ടിൽ ഞാൻ നോർമലി സാധനം ഡബിൾ ലാർജ് എടുത്തിട്ടാണ് കുടിക്കാറ്. രണ്ട് കോഫി ഒറ്റ ഗ്ലാസ്സിൽ, വലിയ ഗ്ലാസ്സിൽ, സീസിന്റെ ഗ്ലാസ്, അതിനകത്ത് തന്നെ ഞാൻ 2 കോഫി ഉണ്ട്, അതിന്റെ ഒരു സ്പൂൺ പഞ്ചസാരയാണ്. അത്ര എടുത്തിട്ടാണ് ഞാൻ കുടിക്കാറ്. രാവിലെ ഇത് കുടിച്ച് കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാല്
ഈ ഉറക്കം അങ്ങനെ അവിടെ പോയി കിട്ടും. എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യം പറ്റില്ല. പിന്നെ രാവിലെ എന്റെ പണിയെടുക്കേണ്ട കാര്യം ഓർക്കുമ്പോൾ ഇത് രണ്ടെണ്ണം കുടിച്ചാൽ എനിക്കൊക്കെ എന്താ ബോധം വരുള്ളൂ. പിന്നെ കാണില്ല ബോധം എന്തെങ്കിലും രണ്ടെണ്ണം കഴിക്കണം. അപ്പൊ അങ്ങനെ കുടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ കുടിച്ച വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ കയ്പിന് നമ്മൾ തലകടന്ന് മരവിച്ചു പോകുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളാണ് മാറിയത്. ഞാനങ്ങനെ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന് ഞാൻ എക്സ്പെക്ട് ചെയ്ത് കഴിക്കുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് കഴിക്കില്ല. നമ്മുടെ നാട്ടിലെ കോഫിക്ക് കുറച്ചും കൂടി കയ്പല്ല, കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട്, ടേസ്റ്റ് ഉണ്ടെന്ന്. എനിക്ക് അതാണ് ഇഷ്ടം. നമ്മുടെ നാട്ടിലെ കോഫിക്ക് ഭയങ്കര ടേസ്റ്റ്, ഇവിടുത്തെ കോഫിക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പൊ നമ്മള് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ഈ ചായം വന്നത്തെ ഫസ്റ്റ് ദിവസം തന്നെ എന്റെ റെസ്റ്റോറന്റിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു. നമ്മള് ഡെസാജുനോ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് തന്നെ കഴിച്ചു. ഞങ്ങള് പ്രോൺസ് കഴിക്കാനായിട്ടാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ എന്തായാലും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കാണാൻ. Bye bye.